ആളുകൾ വാഹനമെടുക്കുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്, ആളുകൾ വീട് വെക്കുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്, ആളുകൾ കച്ചവടം നടത്തുന്നത് ലോൺ എടുത്തുകൊണ്ടാണ്. മുസ്ലിം ഉമ്മത്തിനിടയിൽ വ്യാപകമായ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു തിന്മയായി പലിശ മാറിയിരിക്കുന്നു. പലിശയുടെ ഇടപാടില്ലാത്ത ഒരു സ്വർണ്ണക്കട തിരഞ്ഞാൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ധാരാളം സ്വർണ്ണക്കടകളിൽ പലിശ അത് കടന്നു വരുന്നുണ്ട് എന്ന്, മുസ്ലിമീങ്ങൾ അതുമായി ഇടപെടുന്നുണ്ട് എന്ന് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, സ്വർണവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലിശ ധാരാളമായി കടന്നു വരുന്ന ഒരു മേഖലയാണ് സ്വർണം എന്ന് പറഞ്ഞാൽ. സാധാരണ സ്വർണം രണ്ട് രൂപത്തിലാണ് നമ്മൾ കച്ചവടത്തിന് വിധേയമാക്കാറുള്ളത്. ഒന്ന്, പണം കൊടുത്ത് സ്വർണം വാങ്ങും. രണ്ട്, സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങും. ഇത് രണ്ടിലും പലിശ വരും. ഒരാൾ പണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദം ബി യദിൻ, റൊക്കമായിരിക്കണം. കൊടുക്കുന്ന പണത്തിനുള്ള സ്വർണം ആ മജ്ലിസിൽ, ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ കൈപ്പറ്റണം. ഇപ്പം നമ്മൾ 40,000 രൂപയുടെ സ്വർണം മേടിച്ചു, 39,000 രൂപ നമ്മുടെ കൈകളിലുള്ളൂ, 39,000 കൊടുത്തു, ബാക്കി 1,000 ഞാൻ ളുഹറിന് പള്ളിയിൽ പോകുമ്പോൾ കൊടുന്നേരാട്ടോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ സ്വർണം മേടിച്ചു പോരുകയാണെങ്കിൽ അത് പലിശയാണ്. റൊക്കമായി ഒരു മജ്ലിസിലിരുന്ന് ആ കച്ചവടം മുറിക്കണം. ഇനി അതുപോലെ തന്നെ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ, പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവാഅൻ ബിസവാഇൻ, തുല്യത്തിന് തുല്യമായിരിക്കണം. അപ്പം നൽകിയ പഴയ സ്വർണം എത്രയാണോ അതേ അളവിൽ പുതിയ സ്വർണം വാങ്ങണം. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. നൽകിയ പഴയ സ്വർണത്തേക്കാൾ താഴെയുള്ള അളവിലാണ് പുതിയ സ്വർണം ലഭിക്കുക. അത് പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർക്കിടയിൽ ധാരാളമായി പലിശ കടന്നു വരുന്നു. 5 രൂപ ബാക്കി നൽകാനുണ്ടാകും, 5 രൂപ ചില്ലറയില്ല, കച്ചവടക്കാരൻ 5ൻ്റെ ഒരു മഞ്ചെടുത്ത് തരും, അല്ലെങ്കിൽ 5ൻ്റെ ഒരു മുട്ടായി എടുത്ത് തരും. അത് പലിശയാണ്. അതുപോലെ പല ബിസിനസ്സുകളും, മൂലധനം നഷ്ടപ്പെടാത്ത ബിസിനസ്സുകൾ, 2 ലക്ഷം രൂപ മൂലധനമായി നൽകണം, പിന്നീട് മാസം ലാഭം ലഭിക്കും. എപ്പോഴാണോ കട പൂട്ടുന്നത് ആ 2 ലക്ഷം അതുപോലെ തിരിച്ചു തരും. ഇത് പലിശയാണ്. ഇങ്ങനെ ധാരാളം പലിശയുടെ മേഖലകൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു.